ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സിമ്പിൾ ട്രേഡ് പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 20 ആണ്. അപ്പോൾ വീഡിയോ 1 തൊട്ട് 90 വരെ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണുക. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, പൈസ ഉണ്ടാക്കാം എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട്, റിവെഞ്ച് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഓവർ ട്രേഡിങ്? അതായത് ട്രേഡ് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കുക ആവശ്യമില്ലാണ്ട്, എന്നിട്ട് ലോസ് ഉണ്ടാക്കുക. അതിനെയാണ് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലോസ് ഉണ്ടാക്കിയത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്യുന്നതിനെ റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയും. അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ള പോംവഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കറിയോ, അതായത് ഈ ഓവർ ട്രേഡിങ്, റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു മഹാമാരിയാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒട്ടുമിക്ക ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെയും പൈസ പോണത് ഈ ഓവർ ട്രേഡിങ്, റിവെഞ്ച് ട്രേഡിങ് ചെയ്തുകൊണ്ടാണ്. ഈ ഓവർ ട്രേഡിങ്, റിവെഞ്ച് ട്രേഡിങ് എന്ന് ഒഴിവാക്കണോ അന്ന് ആ ട്രേഡർ രക്ഷപ്പെടും, അന്ന് ആ ട്രേഡർ പ്രോഫിറ്റബിൾ ആകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ ഓവർ ട്രേഡ് ചെയ്യരുത്, റിവെഞ്ച് ട്രേഡ് ചെയ്യരുത് എന്ന് എല്ലാവർക്കും അറിയാം. നോ 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 നോ. പക്ഷെ എന്ത് ചെയ്യാം, അവർ പറയും ഞാൻ ചെയ്തു പോകും, അറിയില്ല ആ സമയമാകുമ്പോൾ ഞാൻ ട്രേഡ് എടുക്കും, അതങ്ങനെ ഞാൻ ചെയ്തു പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ചെയ്തു പോകുമ്പോൾ എന്ത് സംഭവിക്കും? കാശും പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. നമ്മൾ അത് ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മൈൻഡ് ട്രിക്ക് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ ഓവർ ട്രേഡിങ്, റിവെഞ്ച് ട്രേഡിങ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ഇത് രണ്ടും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. അതായത് ഉദാഹരണം പറയണമെങ്കിൽ, മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്യും. നിങ്ങൾക്കറിയാം 9:15 ട്രേഡ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 3:30 അവസാനിക്കും. അപ്പോൾ ഒരാൾ ട്രേഡ് എടുത്ത് നീക്കി 9:40 ആയപ്പോൾ അയാൾ ട്രേഡ് എടുത്തു. ആ ഫസ്റ്റത്തെ ഒരു ട്രേഡ് എടുത്തു, അയാൾക്ക് 2000 രൂപ പ്രോഫിറ്റ് കിട്ടി. അതിപ്പോൾ 2000 രൂപ ആവാം, 200 രൂപ ആവാം, 5000 രൂപ ആവാം, 10000 രൂപ ആവാം. ഞാനൊരു ചുമ്മാ ഒരു നമ്പർ പറഞ്ഞു തന്നോളൂ. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു 5 തൊട്ട് 6 മണിക്കൂർ വരെ ഫ്രീ ആണ്. ആ സമയത്ത് എന്ത് ചെയ്യാം, വെറുതെ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ? അവർ ജസ്റ്റ് മാർക്കറ്റ് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അടുത്തൊരു ഓപ്പർച്യൂണിറ്റി, അത് കൊള്ളാം, ഞാൻ നേരത്തെ എടുത്ത ട്രേഡ് പോലെ തന്നെ സൂപ്പറാണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ ട്രേഡ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ ലോസ് വരും. അപ്പം നേരത്തെ 2000 ഉണ്ടായത് എന്തായി? 500 ആയി. അപ്പം എന്തായി? വിഷമായി കാശ് പോയല്ലോ. നേരത്തെ 2000 ഉണ്ടായത് അപ്പം തന്നെ ട്രേഡ് ചെയ്ത് നിർത്തിയാൽ മതിയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ട്രേഡ് എടുത്ത് 500 രൂപയ്ക്ക് കുറച്ചല്ല ഈശ്വരാന്ന് തോന്നും. അപ്പം എന്ത് ചെയ്യും? കുറച്ച് നേരം കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ വീണ്ടും ഒരു ട്രേഡ് എടുക്കും. ആ ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കാണ്ട് അവരെന്ത് ചെയ്യും? അത് ലോസ് ആക്കിയിട്ട് ഒരു 4500 രൂപയാക്കും. 4500 ഞാൻ ചുമ്മാ ഒരു എമൗണ്ട് പറഞ്ഞതാണ്. അപ്പം എന്ത് സംഭവിക്കും? ആകെ വിഷമായി സ്റ്റുപ്പിഡ് സോയി ചിന്തിക്കും, എന്തൊരു മണ്ടനാണ്, എന്തിനാണ് ആവശ്യമില്ലാണ്ട് ട്രേഡ് ചെയ്തതെന്നൊക്കെ തോന്നും. എന്നാൽ അവിടെ കൊണ്ട് നിർത്തില്ല. അവർ ആ 3 ട്രേഡിന് പകരം എന്ത് ചെയ്യും? ട്രേഡുകൾ പിന്നെയും കൂട്ടും. 4, 5, 6, 7 അവസാനം എന്ത് ചെയ്യും? ഈ 3000, 4000 എന്നുള്ളത് ചിലപ്പോൾ 45000, 50000 അങ്ങനെ വലിയൊരു എമൗണ്ട് കളഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാണ് പറയണത് ഓവർ ട്രേഡിങ്. ഈ ഫസ്റ്റത്തെ ട്രേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ട്രേഡ്, കുഴപ്പമില്ല, നല്ല ട്രേഡ് ആയിരുന്നു. അതിനുശേഷം നോക്കിയിരുന്നിട്ട് ചെയ്തത് ഓവർ ട്രേഡ് ആയിരുന്നു. ആ ഒരു ഓവർ ട്രേഡ് പിന്നെയും ചെയ്ത് എന്ത് ചെയ്തു? റിവെഞ്ച് ട്രേഡിംഗ് ആയിട്ട് മാറി. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഓരോ ദിവസങ്ങളുടെ എക്സാമ്പിളാണ്. അതായത് മൺഡേ ട്രേഡ് എടുത്തു, പ്രോഫിറ്റ്, സൂപ്പർ. അതേപോലെ എന്ത് ചെയ്തു? ട്യൂസ്ഡേ ട്രേഡ് എടുത്തു, പ്രോഫിറ്റ്, സൂപ്പർ. വെനസ്ഡേ ട്രേഡ് എടുത്തു, പ്രോഫിറ്റ് എടുത്തു, സൂപ്പർ. അപ്പം എന്ത് ചെയ്തു? ഭയങ്കര സന്തോഷം, അടിപൊളി, ഞാൻ അടിപൊളി ട്രേഡർ, പൊളിക്കിട് എന്ന് ചിന്തിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? വ്യാഴാഴ്ച ട്രേഡ് എടുത്തു, അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളിയാഴ്ച ദിവസം ഒരു ദിവസം കൂടി പ്രോഫിറ്റ് കിട്ടില്ല, നഷ്ടം വരും. അപ്പോഴേക്കും എന്താവും? നമ്മുടെ നേരത്തെ കണ്ടീഷൻ തന്നെ വിഷമാവും. ഇത്രയും ദിവസം പ്രോഫിറ്റ് കിട്ടിയിട്ട് ഇന്നെന്താണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടാണ്ടിരുന്നത്? ഇന്ന് ഞാൻ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വീണ്ടും ട്രേഡ് എടുക്കും. എന്ത് സംഭവിക്കും? അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയ കാശ് മൊത്തം പോകും. അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒക്കെ ഉണ്ടാക്കിയ കാശ് കളഞ്ഞ് ചിലപ്പോൾ ക്യാപിറ്റലിൽ നിന്നും കൂടെ പൈസ കൊണ്ട് കളയും. അപ്പോൾ ഇതിനെന്ത് പറയും? ഇതിനെയും പറയും ഓവർ ട്രേഡിങ്ങും റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണം എന്താണ്? അതായത് നമ്മുടെ ഇമോഷൻസ് ആണ് കാര്യം. ഇമോഷൻസ്, വിചാരങ്ങൾ, അതാണ് ഇതിന് കാരണം. അതായത് പ്രോഫിറ്റും ലോസും വരുമ്പോൾ നമ്മുടെ ഇമോഷൻസ് അതുപോലെ മൂവ്മെൻറ്റ് ചെയ്യും. അതായത് ലോസ് വരുമ്പോൾ ഭയങ്കര സങ്കടം, പ്രോഫിറ്റ് വരുമ്പോൾ ഓവർ എക്സൈറ്റ്മെൻറ്റ്. ഇപ്പം നമ്മളെ മറ്റേ ജഗതി ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ആദ്യം മാർക്കറ്റിനെ കാണുമ്പോൾ ശൃംഗാരമായിരിക്കും, അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ്? വീര്യമായിരിക്കും. അത് കഴിയുമ്പോൾ എന്തെങ്കിലും കാശ് പോകുമ്പോൾ എന്തെയും കരുണം, എങ്ങനെയും രക്ഷപ്പെടുത്തു എന്ന് പറയും. അതെന്താണ്? നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ജഗതി ചേട്ടൻ്റെ എക്സാമ്പിളൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ് പോലെയാണ്. അതായത് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റ്, ലോസ് വരുമ്പോൾ നഷ്ടം വരുമ്പോൾ ഒരുമാതിരി എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, വീണ്ടും ലാഭം കിട്ടുമ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സത്യത്തിൽ നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? നമുക്ക് വേണ്ടത് ഒരു സ്ഥായി ഭാവം. പ്രോഫിറ്റ് കിട്ടിയാലും ലോസ് കിട്ടിയാലും ഒരു സ്ഥായി ഭാവം വേണം.
അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും, അതായത് പ്രോഫിറ്റ് വരുമ്പോൾ ഭയങ്കര സന്തോഷം, അതേപോലെ തന്നെ ലോസ് വരുമ്പോൾ പെട്ടെന്ന് ദുഃഖം വരികയും ചെയ്യും. നമുക്ക് എന്തൊരു മൈൻഡ് സ്റ്റേറ്റ് ആണ് വേണ്ടത്? നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണിനൊക്കെ കൂൾ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരു സ്ഥായി ഭാവമായിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും കരുത്തും നമുക്ക് ഉണ്ടാക്കണം. അതിനെന്താണ് ട്രിക്ക്? അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. അപ്പം നമ്മൾ സാധാരണ ഒരു ട്രേഡർ എന്താണ് ചിന്തിക്കുക? ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ സാധാരണ ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ ചിന്തിക്കുന്നത് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. മാർക്കറ്റ് എന്തൊരു നിധികുംഭം പോലെയാണ്, അതിൽ നിന്ന് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ആൾക്കാർ കോടികൾ ലക്ഷങ്ങൾ ഉണ്ടാക്കണം. എനിക്ക് ആകെ 500 കിട്ടണമല്ലോ, 100 രൂപ കിട്ടണമല്ലോ, എനിക്ക് ഒരുപാട് കാശുകൾ ഉണ്ടാക്കണം, കോടികൾ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയ്ക്കും ഒരു ട്രേഡർ സാധാരണ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് സീറോ ഗെയിമാണ്. ഫുള്ളി സീറോ ഗെയിം അല്ല, എന്നിരുന്നാൽ പോലും സീറോ ഗെയിമായിട്ട് ചിന്തിക്കാം. സീറോ ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മ പൈസ ഉണ്ടാക്കുമ്പോൾ ഓപ്പോസിറ്റ് വേറൊരാളുടെ പൈസ പോകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് നമ്മൾ ഒരിക്കലും കാണുന്നില്ല, കാരണം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ ട്രേഡ് ചെയ്യണത്. അപ്പം നമ്മൾ ഓപ്പോസിറ്റുള്ള ഒരാളെ നമ്മൾ കാണുന്നില്ല, പക്ഷെ ആ ഒരാളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. അതായത് അയാളുടെ പൈസ പോകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, അതേപോലെ നമ്മുടെ പൈസ പോകുമ്പോൾ അയാൾക്കാണ് കിട്ടുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2000 രൂപ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് പോകുമ്പോഴാണ് നമ്മൾക്ക് അതെന്താണ് 2000 രൂപ കിട്ടുക. മനസ്സിലായില്ലേ? അതേപോലെ നമ്മുടെ നിന്ന് ഒരു 500 രൂപ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക? ഓപ്പോസിറ്റുള്ള ആൾക്ക് 500 രൂപ കിട്ടുക. മനസ്സിലായില്ലേ? ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇത് സത്യത്തിൽ ഒരാളല്ല, പല ആൾക്കാരുകളാണ്. പല ആൾക്കാരുകൾ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, പല ആൾക്കാരുകളായിരിക്കാം, പിന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടും, അതിൽ നിന്ന് പൈസ വരുന്നതായിരിക്കും, അങ്ങനെ പലതും ആയിരിക്കും. പക്ഷേ ഞാൻ പറയണത് അതൊരാളായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. നമുക്ക് ഇമോഷൻസും വികാരങ്ങളും വിചാരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഞാൻ പറയണത്. ഓക്കെ, അപ്പോൾ അടുത്ത തവണ നമുക്കൊരു 2000 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഓപ്പോസിറ്റുള്ള ആളെ ചിന്തിക്കാം. ആ ഒരു ഓപ്പോസിറ്റുള്ള ആൾ ഇന്ന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും? അയാളുടെ നിന്ന് 2000 രൂപ പോയി, ശരിയല്ലേ? അപ്പോൾ 2000 രൂപ പോകുമ്പോൾ അയാൾക്ക് എന്തോരം വിഷമം ഉണ്ടാവും. അതായത് ആ ഒരാൾ നമ്മളായിട്ട് ചിന്തിക്കാം. അതായത് നമ്മൾക്ക് 2000 രൂപ ട്രേഡ് ചെയ്തിട്ട് നഷ്ടം വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഭയങ്കര വിഷമമായിരിക്കില്ലേ? ആ രീതിയിൽ ആ ഒരു ഓപ്പോസിറ്റുള്ള ഒരാളുടെ കാര്യം നമ്മൾ ഒരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അതായത് നല്ലൊരു മനസ്സുള്ള ഒരാൾക്കാർക്കാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. അതേപോലെ നമ്മളെ ഒരു 500 രൂപ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഓപ്പോസിറ്റുള്ള ആൾക്ക് പ്രോഫിറ്റ് കിട്ടണം, അപ്പോൾ അയാൾ സന്തോഷിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റുള്ള ആൾക്ക് സന്തോഷം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ചിരിക്കും. അതായത് നമ്മൾക്ക് ചെറിയ നഷ്ടങ്ങൾ വരുമ്പോഴും ഓപ്പോസിറ്റുള്ള ആൾക്ക് കിട്ടിക്കോട്ടെ, സന്തോഷിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, അങ്ങനെ 5 ദിവസം ഉണ്ടല്ലോ നമ്മുടെ മുന്നത്തെ കേസ് നമ്മൾ നോക്കിയത്. അതിൽ പറഞ്ഞ പോലെ തന്നെ മൺഡേയിലും ട്യൂസ്ഡേയും വെനസ്ഡേയും തേഴ്സ്ഡേക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ മുന്നേ എന്താ ചെയ്തിരുന്നത്? നമ്മൾ സന്തോഷിക്കുകയായിരുന്നു, അടിപൊളിയായിരുന്നു, ആഹ്ലാദിപ്പിൻ, ആർമോദിപ്പിൻ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റുള്ള ഒരാളെ കുറിച്ച് ചിന്തിക്കണമെങ്കിലോ, ആ ഒരാൾ നമുക്കൊരു പ്രിയപ്പെട്ട ഒരാളാണെന്ന് ചിന്തിച്ചാലോ, അത് നമ്മളൊരു സുഹൃത്തോ നമ്മളുടെ ഒരു അനിയനോ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചാലോ, അപ്പം നമ്മൾ അവൻ്റെ നിന്നാണ് പൈസ നമ്മൾ വാങ്ങിച്ചെടുത്തത്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും സന്തോഷം തോന്നില്ല. നമ്മൾ എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ സന്തോഷം പോയിട്ട് എന്ത് ചെയ്യും? നമുക്ക് സാധാരണ ഒരു അഭിമാനത്തിൻ്റെ ഒരു രീതിയാവും. സങ്കടം വരുമെന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി പോകും. നമ്മൾ ചിന്തിക്കും, ഓക്കെ, ആ ഒരാൾക്ക് പൈസ പോയി, അതായത് ആ ഒരാളെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മളെ വിഷമിക്കുമായിരുന്നു, പോട്ടെ അയാൾക്ക് പിന്നെ ഒരു ദിവസം ആൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾക്കപ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം ഒന്നും കിട്ടില്ല നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ. ഞാനതങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയാണ് വരാറ്. ഞാൻ ജസ്റ്റ് ചിന്തിക്കും, എനിക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഞാൻ ചിന്തിക്കും, ഓക്കെ, ഓപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് ഇന്നൊരു എമൗണ്ട് പോയിട്ടുണ്ടാവും, അപ്പോൾ അയാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? കാരണം അയാൾ ഇതേപോലെ തന്നെ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നതല്ലേ, അപ്പോൾ അയാൾക്ക് എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മൾ കുറച്ചും കൂടി നമ്മളെ മൈൻഡ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ നേരത്തെ ഭയങ്കര വിഷമമായിട്ട് ഇന്നൊരു സമയം ഉണ്ടായിരുന്നു, ഫ്രൈഡേ നമുക്ക് ലോസ് വന്നത്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഓപ്പോസിറ്റുള്ള ഒരാൾക്ക് നമ്മൾ ആ ചെറിയ ലോസ് വന്നപ്പോൾ പ്രോഫിറ്റ് കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്? നമുക്ക് വിഷമം മാറിയിട്ട് എന്താണ്? കുറച്ചും കൂടി നമ്മൾ കൂളാകും. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു മൈൻഡ് സെറ്റ് സൂപ്പറാവും ഫ്രണ്ട്സ്. അതാണ് നമുക്ക് വേണ്ടത്. കാരണം ഈ ഓവർ ട്രേഡിങ്, റിവെഞ്ച് ട്രേഡിങ് വരുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാവാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റും ലോസും വരുന്നത് പല ദിവസങ്ങളാവാം. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ വെള്ളിയാഴ്ച കാണിച്ചെന്ന് വെച്ചാൽ അങ്ങനെ വേണമെന്നില്ല. മൺഡേയും ട്യൂസ്ഡേയും പ്രോഫിറ്റ് കിട്ടി, വെനസ്ഡേയും തേഴ്സ്ഡേയും നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ ചെറിയ ലോസ് വന്നു, നല്ല ഓപ്പർച്യൂണിറ്റീസ് പിന്നെ കണ്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? അന്നത്തെ ദിവസം ട്രേഡ് എടുക്കില്ല, നമ്മൾ ഓവർ ട്രേഡ് ചെയ്യില്ല, റിവെഞ്ച് ട്രേഡ് ചെയ്യില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് പ്രോഫിറ്റ് കിട്ടി, നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അതായത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു മാസം നമുക്ക് മാക്സിമം എടുക്കണമെങ്കിൽ 20 ദിവസത്തെ ട്രേഡ് ഉണ്ട്. അപ്പം ചില ദിവസങ്ങൾ നമ്മുടെ ദിവസമായിരിക്കും, ചില ദിവസം അവരുടെ ദിവസമായിരിക്കും.
അവരുടെ ദിവസം അവർക്ക് പ്രോഫിറ്റ് കിട്ടേണ്ട ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അന്നത്തെ ദിവസം അവരുടെ ദിവസമാണ്, അന്ന് അവർക്കേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ആ പ്രോഫിറ്റ് തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർ ട്രേഡ് ചെയ്ത് എങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി വീണ്ടും ട്രേഡ് ചെയ്ത് അവരുടെ സന്തോഷം നമ്മളെ സന്തോഷമാക്കാൻ ശ്രമിക്കുമ്പോണ്ടല്ലോ ഒന്നും നടക്കില്ല. കാരണം എന്താണ്, അവർക്കാണ് അന്നത്തെ ദിവസം അനുഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അവർക്കന്ന് അനുഗ്രഹം നമുക്ക് ഇടുത്തിയായിരിക്കും. അപ്പം അന്നത്തെ ദിവസം അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആക്രാന്താണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇത്രയ്ക്ക് മാർത്തി പിടിച്ചിട്ടുള്ള മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും കണ്ടിട്ടില്ല. അതായത് ഏത് സാധാരണ മനുഷ്യരായി കഴിഞ്ഞാലും സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര ആക്രാന്താണ്, ഭയങ്കര ദുഷ്ടന്മാരായിരിക്കും. അതായത് 5 പൈസ പോലും അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തോന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ദിവസങ്ങൾ ചില ട്രേഡുകൾ നിങ്ങളുടേതായിരിക്കില്ല. അന്നത്തെ ദിവസം ആ ഒരു ട്രേഡ് നിങ്ങൾ വിട്ടുപിടിക്കണം, ചെറിയ നഷ്ടങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ അവസാനിപ്പിക്കണം. അതിനെ പറയണം ദാനം പോലെ, സക്കാത്ത് പോലെ എന്നൊക്കെ പറയില്ല. അതായത് ചില ദിവസങ്ങൾ ദാനങ്ങൾ കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. ഏത് ട്രേഡിങ്ങോ എന്ത് ബിസിനസ് ആയാലും ചില ദിവസങ്ങൾ നമുക്ക് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ബിസിനസ് ആയി നിൽക്കും, നല്ലൊരു ബിസിനസ് നടക്കുന്ന ഒരു കടയാണ്. അയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുത്തില്ല എന്ന് നിൽക്കും, എന്ത് സംഭവിക്കും? ജോലിക്കാർ പണി നിർത്തി പോകും. അവർ അപ്പം എന്ത് ചെയ്യും? ആ ബിസിനസ് അവിടെ അവസാനിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലും നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ചില ദിവസങ്ങൾക്ക് നമ്മൾ ലോസ് വരും. ലോസ് വരുമ്പോൾ ദാനം പോലെ, സക്കാത്ത് പോലെ ആ പൈസ കൊടുത്ത് ഒഴിവാക്കി അന്നത്തെ ദിവസം നമ്മൾ എന്തെങ്കിലും കഴിച്ചിലാക്കണം എന്ന് പറയും. എന്ന രീതിയിൽ നമ്മൾ ചെയ്യണം ഫ്രണ്ട്സ്. എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവുള്ളൂ. അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയില്ലേ, അങ്ങോട്ടും കൊടുക്കുക ഇങ്ങോട്ടും മേടിക്കുക. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ അതൊരു കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അല്ലാണ്ട് അന്നത്തെ ദിവസം കടിച്ചു പിടിച്ച് എല്ലാ പൈസയും നമുക്ക് വേണമെന്ന് വിചാരിക്കണമെങ്കിൽ അന്നത്തെ ദിവസം നല്ല 8ന്റെ പണി കിട്ടും, നമ്മുടെ കയ്യിൽ നിന്നുള്ള ക്യാപിറ്റലും പോകും, നമ്മളിൽ നിന്ന് ഒരുപാട് വലിയൊരു എമൗണ്ട് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും എനിക്കെന്തോ ഭയങ്കര വട്ടാണോ എന്നൊക്കെ വിചാരിക്കും. അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങിയോ അന്ന് തൊട്ടാണ് എൻ്റെ ഓവർ ട്രേഡിങ്, റിവെഞ്ച് ട്രേഡിങ് അവസാനിച്ച് എനിക്ക് നല്ല നല്ല പ്രോഫിറ്റുകൾ കിട്ടി തുടങ്ങി. അപ്പോൾ ഞാൻ നിങ്ങൾക്കടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എടുക്കാണ്ടിരിക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ ഞാൻ ഉപദേശിച്ച് കൊടുത്തിരിക്കുന്ന ആൾക്കാരുകളൊക്കെ ഇതുപോലെ ചെയ്തപ്പോൾ അവർക്ക് അതിൽ റിസൾട്ട് കിട്ടി. അതുകൊണ്ട് ഞാനത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഓവർ ട്രേഡിങ്, റിവെഞ്ച് ട്രേഡിങ്ങും ഈ ഒരു രീതിയിൽ മറ്റുള്ള, അതായത് നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട ഒരാളായിട്ട് സങ്കല്പിച്ച് അയാളുടെ മനസ്സെന്താണെന്നും കൂടി ചിന്തിച്ച് അയാൾക്ക് സന്തോഷം ദുഃഖം വരുന്ന കാര്യങ്ങളും ചിന്തിച്ചിട്ട് നമ്മൾ ട്രേഡുകൾ എടുക്കണമെങ്കിൽ നമുക്ക് ഓവർ ട്രേഡിങ്ങും റിവെഞ്ച് ട്രേഡിങ്ങും അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇതുവരെ കേട്ടിട്ടുള്ളവരാണെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ യുവർ അറ്റൻഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻ്റ് ഒക്കെ ചെയ്യുക. അതെനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകുന്നതായിരിക്കും. അതോടൊപ്പം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ ജോയിൻ ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോകളുടെ ഏർലി ആക്സസ് കിട്ടുന്നതിനൊപ്പം ഇപ്പോൾ പഠിക്കാവുന്നതും ട്രേഡ് ചെയ്യാവുന്നതായ സ്റ്റോക്കുകൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും.